കുറേ ദിവസത്തിലെ ശക്തമായ പോരാട്ടത്തിന് ശേഷം ജിൻഡോ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ജിൻഡോയുടെ ആരാധകർക്ക് ഈ ഒരു പുറത്താകൽ അത് എന്തുകൊണ്ടും ആശ്വാസം നൽകുന്നതായിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജിൻഡോയ്ക്ക് ഇപ്പോൾ കുറച്ച് ആശ്വസിച്ചിരിക്കാം. കുറച്ച് നാളത്തേക്ക് അടുപ്പിച്ചുള്ള നോമിനേഷനിൽ നിന്ന് ജിൻഡോ ഈ ആഴ്ചത്തെ നോമിനേഷനിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന വാർത്തയാണ് വരുന്നത്. പക്ഷേ ജാസ്മിന് ഇതൊരു സുവർണാവസരമാണ്. അപ്പോൾ ജാസ്മിൻ എന്തുകൊണ്ട് സുവർണാവസരമാകും? ജാസ്മിൻ നോമിനേഷനിൽ വന്നിട്ടുണ്ട്. കൂടെ ഉള്ളത് വളരെ വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ്. നന്ദന, സായി, പിന്നെ നോറ, അഭിഷേക് ഉണ്ട് എന്ന് കേൾക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു നോമിനേഷൻ വരുമ്പോൾ ജാസ്മിൻ എന്തായാലും ടോപ്പ് ഫസ്റ്റ് പൊസിഷനിൽ തന്നെ കിട്ടും. അപ്പോൾ ജാസ്മിൻ അടുപ്പിച്ച് ഫസ്റ്റ് പൊസിഷൻ ആകുമ്പോൾ അടുത്ത ആഴ്ച വീണ്ടും നോമിനേഷൻ വരികയാണെങ്കിൽ ജിൻഡോയുമായി ഏറ്റുമുട്ടുമ്പോൾ ഒരു കടുത്ത പോരാട്ടത്തിലേക്ക് എത്തിക്കാൻ ജാസ്മിന് ചിലപ്പോൾ സാധിച്ചിരിക്കും. എന്തുകൊണ്ടെന്നാൽ ഈ ഒരാഴ്ച നല്ല പവറോടെ ജാസ്മിൻ വോട്ടുകൾ വാരിക്കൂട്ടി ഒന്നാം സ്ഥാനത്തിന് അർഹയാണെന്നുള്ള ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ പോകും. പക്ഷേ ജിൻഡോയുടെ ആരാധകർക്കും വോട്ടുകൾക്കും ഒരിക്കലും കുറവുണ്ടാവില്ല എന്നാണ് ജിൻഡോയുടെ ആരാധകർ പറയുന്നത്. പ്രത്യേകിച്ച് അൻസിബയുടെ കുറേ വോട്ടുകൾ ജിൻഡോയ്ക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ജിൻഡോയ്ക്ക് വലിയ ക്ഷീണം സംഭവിക്കാൻ സാധ്യതയില്ല. എന്തായാലും ഈ ആഴ്ച ജാസ്മിൻ കലക്കും. അടുത്ത ആഴ്ച അതിശക്തമായ പോരാട്ടം തന്നെയായിരിക്കും. അപ്പോൾ കാത്തിരുന്ന് കാണാം.